കേരള സർവകലാശാല തർക്കത്തിലെ സർക്കാരിന്റെ സമവായ നീക്കത്തെ വിമർശിച്ച പ്രതിപക്ഷം രംഗത്ത്. ബിജെപിയുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് പ്രകാരമാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് പ്രതിപക്ഷ വിമർശനം. SFI സമരം പൊടുന്നനെ അവസാനിപ്പിച്ചത് ഈ ധാരണ പ്രകാരമാണെന്നും കിസി പറഞ്ഞു. അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യം അവസാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കേരളത്തിന്റെ മുന്നിലുണ്ട്. അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്ത് ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോരാട്ടമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗവർണർ പറയും, മുഖ്യമന്ത്രി എതിർക്കും, കത്ത് കൊടുക്കും, പ്രേമലേഖനം മുഖ്യമന്ത്രി ഗവർണർക്ക്. അതിനോട് അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനല്ല ഉദ്ദേശിച്ചത്. ഡൽഹിയിൽ പോയിട്ട് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അത് കുറഞ്ഞ് ഡൽഹിയിൽ മുഖ്യമന്ത്രി എത്തിക്കുറെ കഴിഞ്ഞ ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ബോധോദയം വന്ന് വൈസ് ചാൻസലറെ വിളിക്കുന്നത്. ഇതിന്റെ കെമിസ്ട്രി എല്ലാവർക്കും മനസ്സിലാവും, ഇതിന്റെ പിന്നിലെ കെമിസ്ട്രി. പക്ഷെ ആ കെമിസ്ട്രി അങ്ങനെ ആയാലും പ്രശ്നം തീർന്നതിനെ ഞങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ട്. പിസിക്കെതിരായ സമരത്തിൽ നിന്ന് സർക്കാർ പെട്ടെന്ന് പിന്നോട്ടു പോയത് പ്രതിപക്ഷം ആയുധമാക്കുകയാണിപ്പോൾ. വിദേശത്ത് നിന്നും തിരിച്ചെത്തിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഒരിടവേളയ്ക്ക് ശേഷം SFI സമരരംഗത്ത് സജീവമായ ശേഷം പിന്നോട്ടു പോവേണ്ടി വന്നത് ഇടത് കേന്ദ്രങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം VC-യുമായുള്ള തർക്കത്തിൽ സമവായ ധാരണയുണ്ടായെങ്കിലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. സാരംഗ് സുധാകരൻ ചേരുന്നു വിവരങ്ങളുമായി. സാരംഗ, ഇന്നലെ VC മോഹൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ മുതൽ അന്നുവരെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു വലിയ കലാപ കലുഷിത അന്തരീക്ഷം മാറി ഒരു മഞ്ഞുരുക്കം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോഴിതാ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, സർക്കാരും BJPയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നതെന്ന് പറഞ്ഞ് വലിയ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പ്രതിപക്ഷമെന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ, ഒരു സമവായത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സ്വാഭാവികമായും സർക്കാർ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആരോപണത്തിന് മറുപടി പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായും. കാരണം തുടക്കം തൊട്ട് തന്നെ സമര കലുഷിതമായിരുന്നു ഈ സർവകലാശാല ആസ്ഥാനം തുടക്കം മുതൽ. അതായത് ഈ ഭാരതാംബ വിഷയം വരികയും അതിനൊപ്പം തന്നെ ഈ ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി വന്നതിനൊപ്പം തന്നെ ഈ ഒരു യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും സമരവുമായി രംഗത്തെത്തിയിരുന്നു. തുടക്കത്തിൽ SFI മാത്രമായിരുന്നെങ്കിൽ പിന്നീട് അത് DYFI ഏറ്റെടുക്കുകയും തുടർന്ന് പലതവണ മാർച്ച് നടത്തുകയും ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് സർവകലാശാല ആസ്ഥാനം ഈ ഇത്തരത്തിൽ വളയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറെ കാലുകുത്താൻ സമ്മതിക്കില്ല, ഈ ഒരു സർവകലാശാല ആസ്ഥാനത്ത് കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ SFIയുടെ ഒരു നേതാക്കൾ പോലും ഈ ഒരു VC സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിഷേധ പ്രകടനമോ മറ്റു തരത്തിലുള്ള ഒന്നും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് എന്ന തരത്തിലേക്ക് ഈ ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു വിമർശനം വരുമ്പോൾ, പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊരു വിമർശനം വരുമ്പോൾ അതിന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സാഹചര്യവും ഈ സർവകലാശാല ആസ്ഥാനത്തിനുണ്ടായിരുന്ന കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു തുടക്കം തൊട്ട് തന്നെ ഈ ഒരു VC ഒപ്പം തന്നെ ഗവർണർ പോര് അല്ലെങ്കിൽ രജിസ്ട്രാർ VC പോര് ഇത് സർക്കാരിൻ്റെ മറ്റ് പല പോരായ്മകളെയും മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ ഒരു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു സംഭവത്തിന് തുടക്കം തൊട്ട് തന്നെ വിലയിരുത്തുന്നത്. കാരണം ഇതിനിടയിൽ ബലിയാടുകളാവുന്നത് സാധാരണക്കാരായ കുട്ടികളാണ്. സാധാരണക്കാരുടെ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇത്തരത്തിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഫയൽ മുന്നോട്ട് പോകുന്നില്ല, VC സ്ഥലത്തില്ലാത്തത് ഫയൽ സ്തംഭനത്തിന് കാരണമാകുന്നു എന്ന തരത്തിലുള്ള വലിയധികം ആരോപണങ്ങൾ നേരിടാൻ തുടങ്ങിയതിന് ശേഷമാണ് ജനങ്ങൾക്കിടയിൽ തന്നെ വലിയ ഒരു പ്രതിഷേധം ഉയർന്നു തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ VC-യുമായി ഒരു സമവായത്തിന് സർക്കാർ, VC-യുമായും ഗവർണറുമായും ഇത്തരത്തിലുള്ള ഒരു സമവായത്തിന് സർക്കാർ ശ്രമിച്ചത്. അതിനുശേഷമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് VC സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തി ഫയലുകളെല്ലാം തന്നെ ഒരു ദിവസം കൊണ്ട് ക്ലിയർ ചെയ്തു എന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടത്. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഈ ഒരു രജിസ്ട്രാർ അനിൽകുമാർ പരിശോധിച്ച ഫയലുകളൊന്നും തന്നെ അദ്ദേഹം പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നു. അത് എത്രത്തോളം പ്രാധാന്യമുള്ള ഫയലുകളാണെന്നോ അതിലെത്രത്തോളം കുട്ടികളുടെ കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നോ നമുക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി പൂർണ്ണമായും അയഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പെട്ടെന്നുള്ള ഇത്തരത്തിലുള്ള ഒരു സമരത്തിൽ നിന്നുള്ളൊരു പിന്നോട്ട് പോക്ക് അത് ഇടത് കേന്ദ്രങ്ങളിലടക്കം ഒരു ഇത്തരത്തിലൊരു ആരോപണത്തിന് കാരണമായിട്ടുണ്ട്. കാരണം ഇത്രയധികം സമരത്തിന് മുന്നോട്ടിറങ്ങിയ വിദ്യാർത്ഥികളെ പെട്ടെന്ന് തന്നെ പുറകിലോട്ട് വലിക്കുകയും ഇത്തരത്തിൽ VC-ക്ക് ഒരു പ്രതിഷേധം പോലും നേരിടേണ്ടി വരാതെ അകത്തേക്ക് കയറുകയും ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്തു. മാത്രമല്ല ഇത്രയും ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ട സർവകലാശാലയായിരുന്നില്ല ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് യാതൊരു തരത്തിലുള്ള പ്രതിഷേധമോ ബാനർ കിട്ടുന്ന
സാഹചര്യമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം വളരെ അധിക്ഷേപപരമായ രീതിയിൽ SFI ഈ ഒരു VC-ക്കെതിരെ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ ഒരു സംഘി VC എന്ന തരത്തിലുള്ള അതിശയപരമായ മുദ്രാവാക്യവും ഫ്ലെക്സും അത്രയധികം അധിക്ഷേപകരമായ സമര രീതികൾ പ്രയോഗിച്ച SFI ഇത്തരത്തിലൊരു VC-യുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം വരുമ്പോൾ ഒട്ടും തന്നെ പ്രതികരിക്കുന്നില്ല എന്നത് ഈ ഒരു പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുന്നതിൽ ഇടത് കക്ഷികൾക്കടക്കം ഒരു ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇത് പ്രതിരോധിക്കാൻ അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാർ നീങ്ങേണ്ടി വരും. കാരണം വ്യക്തമായ തെളിവുകൾ, വ്യക്തമായ സാഹചര്യം ഇവർക്ക് മുന്നിൽ ഉണ്ട്. അതായത് സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതായത് പേരിന് പോലും ഒരു പ്രതിഷേധം VC വന്നതിന് ശേഷമോ VC വന്ന ദിവസമോ ഈ ഒരു സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിനൊക്കെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന കാരണമായി കാണുന്നത്. ഭവ്യ, അതാണ്. അപ്പോഴും VC-യുമായുള്ള തർക്കത്തിൽ ഒരു സമവായ ധാരണയുണ്ടായെങ്കിൽ പോലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്.